പാകിസ്ഥാനിലെ പെഷാവറിൽ പള്ളിയിൽ ചാവേർ ആക്രമണം 18 പേർ കൊല്ലപ്പെട്ടു. 100ഓളം പേർക്ക് പരിക്ക് പറ്റി. ഇതിൽ 30 പേരുടെ നില ഗുരുതരമാണ്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പള്ളിയുടെ ഒരു വശം തകർന്നു. തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി അനഘ ചേരുന്നു. അനഘ, പാകിസ്ഥാൻ വീണ്ടും ഞെട്ടിവിറയ്ക്കുന്നു. ആരെങ്കിലും ഈ ഒരു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടോ? എന്താണ് സംഭവവികാസങ്ങൾ? ഫിജി, ഇതൊരു ചാവേർ ആക്രമണം എന്നാണ് സൂചന ലഭിക്കുന്നത്. അങ്ങനെയാണ് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിലെ പെഷവാറിലെ പള്ളിയിലാണ് ഈ ഒരു സ്ഫോടനം നടന്നത്. 25 പേർ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഉച്ചയ്ക്ക് 1:40ഓടെയാണ് ഈ ഒരു സ്ഫോടനം നടന്നത്. പള്ളിയിൽ നടന്ന നമസ്കാരത്തിന് ശേഷമായിരുന്നു ഈ ഒരു സ്ഫോടനത്തിൽ പള്ളിയുടെ ഒരു വശം തകർന്നിട്ടുണ്ട്. സ്ഫോടനം നടന്ന പള്ളിയുടെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സ്ഫോടനമാണെന്ന് പറയുമ്പോഴും ഇതിനെക്കുറിച്ച് ലഭ്യമാവുന്ന ഒരു വിവരം, ഇതൊരു ചാവേർ ആക്രമണമെന്നാണ് ലഭ്യമാവുന്ന വിവരം. പ്രാർത്ഥന നടക്കുന്നതിനിടെ ഒരാൾ പള്ളിക്കുള്ളിൽ നിന്ന് സ്വയം പൊട്ടിത്തെറിച്ചതായാണ് ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പരിക്കേറ്റവരെ പെഷവാറിലെ ലേഡി റീഡിംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയതായിട്ടാണ് അധികൃതർ പറയുന്നതനുസരിച്ച് ലഭ്യമാവുന്ന വിവരം. ഇതിൽ പരിക്കേറ്റതിൽ 15 പേരുടെ നില ഗുരുതരമെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. പ്രദേശത്ത് നിലവിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശരി അനഘ, പാകിസ്ഥാനിൽ ചാവേർ ആക്രമണം, പെഷവാറിലെ പള്ളിയിലാണ് സ്ഫോടനമുണ്ടായത്. 25ഓളം പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഒട്ടേറെ പേരുടെ നില ഗുരുതരമായി തുടരുന്നു.